الحمد لله الذي ذي العزة والجلال جعل إكرام الكبار من كريم الخصال، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم عليه وبارك عليه كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. إن الله مع الذين اتقوا والذين هم محسنون. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനുമായ റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. പിന്നെയും ഒരു ജുമാ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമയുടെ എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ പതിവ് ജീവിതത്തിൽ വളരെ സാധാരണമായ ഒരു നിലപാടാണ് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കുക എന്നത്. ഉപകരണങ്ങളാണെങ്കിലും മറ്റെന്ത് വസ്തുക്കളാണെങ്കിലും ആവശ്യം കഴിഞ്ഞതിനെ വലിച്ചെറിയുന്നൊരവസ്ഥ, ഡിസ്പോസിബിൾ കൾച്ചർ, അങ്ങനെയൊരു ശീലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉദാഹരണങ്ങൾ പറയേണ്ടുന്ന ആവശ്യമില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ ഒരു വിഷയത്തിൽ മനുഷ്യബന്ധങ്ങളുടെ ബാധ്യതകളുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ പ്രായം കൂടിയവർ, ഒന്നിനും വയ്യാതെ കിടക്കുന്നവർ, ഒരുപക്ഷെ നിൻ്റെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിനക്ക് ഇനിയുമായ ഒരു ബന്ധമോ പരിചയമോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും പ്രായം ചെന്നവർ, അവരെക്കൊണ്ട് ഇനിയൊന്നും ഇങ്ങോട്ട് കിട്ടാനില്ല, അവർക്ക് യാതൊന്നിനും വയ്യ, അങ്ങനെയുള്ളവരെ അവഗണിക്കുക, മറന്നു കളയുക, തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നൊരു നിലപാട് പൊതുവെ ജീവിതത്തിലുണ്ട്. പുതിയ തലമുറയിൽ പ്രത്യേകിച്ചും അതിൽ കൂടുതൽ കാണാൻ സാധിക്കുന്നു. ഈ ഒരു രീതി തീർത്തും ഇസ്ലാമികമായ സംസ്കാരത്തിന് ഘടകവിരുദ്ധമാണ്. പ്രായം ചെന്നവർ എന്നത്, പ്രായം എന്നത് വെറുതെ ഉണ്ടാവുന്നതല്ല, നിനക്ക് വില കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അവൻ്റെ കാവൽ കൊണ്ട്, നൂറ് അനുഭവങ്ങളിലൂടെ, അനുഭവ പാഠങ്ങളിലൂടെ ജീവിച്ചു വളർന്നു വരുന്ന മനുഷ്യൻ, അവന് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ ഏതെങ്കിലും വിദ്യാലയത്തിൽ നിന്നോ പഠിക്കാത്ത ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്, അറിവുകളുണ്ട്. ഇത് അതിന് വിലമതിക്കുകയും ആദരിക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും വേണം താഴെയുള്ളവർ, പുതിയ തലമുറ, ചെറുപ്പക്കാർ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ വചനം തുടക്കത്തിൽ നമ്മളെ കേൾപ്പിച്ചത് ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വയുള്ളവരോടൊപ്പമാണ് അല്ലാഹു. ജീവിതത്തിൽ സജീവമായ ജാഗ്രത, നന്മ തിന്മകളെക്കുറിച്ചുള്ള ബോധം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനുള്ള ഉത്സാഹമുള്ള വിശ്വാസികളുടെ കൂടെയാണ് അല്ലാഹു. അതുപോലെ തന്നെ വല്ലദീന ഹും മുഹ്സിനൂൻ, അതോടൊപ്പം അവർ നന്മ ചെയ്യുന്നവർ, നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നവർ, അതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താത്തവരാവണം. അവരോടൊപ്പമാണ് അല്ലാഹു ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന, അവഗണിച്ച് കളയുന്ന
വലിയൊരു നന്മയുടെ മേഖലയാണ് പ്രായം ചെന്നവരെ പരിഗണിക്കുക എന്നത്, അവരോട് ആദരവ് കാണിക്കുക എന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വളരെ മഹത്തരമേറിയ പല പാഠങ്ങളും കാണാൻ സാധിക്കും. അതിലൊന്ന് വളരെ ശ്രദ്ധേയമായൊരു സംഗതി, നമുക്കറിയാലോ, പ്രവാചകരും സത്യവിശ്വാസികളും കൂടെ വിശ്വസിച്ചവരുമെല്ലാം ആദർശത്തിൻ്റെ പേരിൽ ജീവനും കൊണ്ട് ഒളിച്ചോടിപ്പോകേണ്ടി വന്നു. വീടും കുടുംബവും കച്ചവടവും ഏർപ്പാടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് പോയതാണ്. വലിയ യോഗ്യരായ ആളുകൾ വരെ ഇസ്ലാമിന് വേണ്ടി ഓടിപ്പോകേണ്ടി വന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. മക്ക ഇസ്ലാമിന് കീഴ്പ്പെടുകയാണ്. അതിൻ്റെ നിമിത്തങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ മക്ക ഫതഹിൻ്റെ ദിവസം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിൽ വന്നിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളുമായി, പലപ്പോഴും പലതരം ആശങ്കകളുമായി പലരും, കൂടെയുള്ള മുസ്ലിങ്ങൾ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വലിയ ആഘോഷത്തിൻ്റെ വികാരത്തിലാണ്. അതോടൊപ്പം ശത്രുക്കൾ പലരും മുഹമ്മദ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും പകരം വീട്ടുക എന്നുള്ള ആശങ്കയിലാണ്. അങ്ങനെ ഇരിക്കുന്ന ആ മുഹൂർത്തത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പ്രായം ചെന്നൊരു മനുഷ്യനെ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നു. പ്രവാചകരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ജരാനരകൾ ബാധിച്ച് താടിയും മുടിയും ഒക്കെ നിരച്ച് പഞ്ഞു പോലെയായ വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ നടക്കാൻ വയ്യ എടുത്തു കൊണ്ടുവന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ ഉസ്മാൻ ബിൻ ആമിർ, അദ്ദേഹമാണ്. ഇത് കണ്ടപ്പോഴേ പ്രവാചകർക്ക് മനസ്സിലായി ആരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹല്ലാ തറക്ത ശൈഖ ഫീ ബൈതി ഹത്താ അകൂന അന ആതിയഹു ഫീ. അല്ല അബൂബക്കർ, വാപ്പനെ വീട്ടിൽ നിർത്തിയാൽ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് ചെന്ന് കാണുമല്ലോ, എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. ആ പ്രായത്തെ, ആ വാർദ്ധക്യത്തെ ആദരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ. അങ്ങനെയല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരിക വേണ്ടത്, താങ്കളടുത്തേക്ക് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. അബൂ ഖുഹാഫയുടെ നെഞ്ചത്ത് കൈവച്ചു. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലിം തസ്ലം, ഇസ്ലാം അങ്ങോട്ട് സ്വീകരിക്കുക, എന്നാൽ രക്ഷപ്പെടാം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിമായി. ചരിത്രം ദീർഘിച്ചതാണ്. അതിലെ ഒരു ബിന്ദു ഇതാണ്. ആ പ്രായം ചെന്ന മനുഷ്യനെ എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് കിരീടം വെക്കാത്ത രാജാവായി മക്കാ ഫതഹിൻ്റെ അന്ന് അവിടെ ആസന്നനായിരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയുകയാണ്. പ്രായം ചെന്നവരെ ആദരിക്കേണ്ടതിൻ്റെ ഉദാഹരണം അവിടുന്ന് പറഞ്ഞു, ഖിയാറുക്കും അത്വലുക്കും അഴ്മാറൻ വഹ്സനുക്കും അഴ്മാല. നിങ്ങളിൽ എപ്പോഴും യോഗ്യർ, ശ്രേഷ്ഠർ, ദീർഘമായ ആയുസ് കിട്ടിയവരും അത് നന്മകൾ കൊണ്ട് പുണ്യങ്ങൾ കൊണ്ട് നിറക്കാൻ സാധിച്ചവരുമാണ്. ആയുസ്സിൻ്റെ വലുപ്പം, ആയുസ്സിൻ്റെ ആ അനുഗ്രഹം നിസ്സാരമല്ല കാര്യം. അതുകൊണ്ട് അവർ പ്രായം ചെന്നവർ, മാതാപിതാക്കളാണെങ്കിലും ഗുരുനാഥന്മാരാണെങ്കിലും ആരാണെങ്കിലും അവരോടൊപ്പം നിൽക്കുക. ആ അച്ചടക്കത്തോടും ആദരവോടും കൂടി അവരുടെ കൂടെ സമയം ചെലവഴിക്കുക. ആ അനുഭവങ്ങളിൽ നിന്നും അറിവുകൾ പകർന്നെടുക്കുക. ഇതൊക്കെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ വലിയ പുണ്യമുള്ള കാര്യമാണ്. എത്രത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ആദരിക്കേണ്ടേ? ജന്മവും ജീവിതവും എല്ലാം നൽകിയിട്ടുള്ള ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും രക്ഷിതാവുമായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ എങ്ങനെയാണ് ആദരിക്കാൻ സാധിക്കുക? അതിന് പല ഉദാഹരണങ്ങളുമുണ്ട്, പല അവസരങ്ങളുമുണ്ട്. ഇന്നമൻ ഇജ്ലാലില്ലാഹി ഇക്റാമ ദി ശൈബത്തിൽ മുസ്ലിം. പ്രായം ചെന്നൊരു മുസൽമാൻ, അത് ഏത് നാട്ടുകാരനാവട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ,
സ്വന്തക്കാരനും ബന്ധുക്കളും ആവണമെന്നില്ല. പ്രായം ചെന്നവർ, അവരെ ആദരിക്കുകയാണ്, അവരെ പരിഗണിക്കുകയാണ്, അവരെ ശുശ്രൂഷിക്കുകയാണ് അള്ളാഹുവിനെ ആദരിക്കുന്നതിൻ്റെ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ മാർഗം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. മറ്റൊരു വചനത്തിൽ മല്ലം യർഹം സഗീറനാ വയഅരിഫ് ഹഖ്ക കബീറനാ ഫലൈസ മിന്ന, ചെറിയവരോട് കാരുണ്യവും വാത്സല്യവും കാണിക്കാത്തവർ നമ്മളിൽപ്പെട്ടവരല്ല. അങ്ങനെ ഒരു മുസ്ലിം ഉണ്ടായിക്കൂടാ. അതുപോലെ മുതിർന്നവരുടെ അവകാശവും അവരർഹിക്കുന്നതും അറിയുകയും മനസ്സിലാക്കുകയും അത് വകവെച്ച് കൊടുക്കുകയും ചെയ്യാത്തവർ നമ്മളിൽപ്പെട്ടവരല്ല. ഇത് ജീവിതചക്രത്തിൽ തലമുറകളായി കൈമാറിപ്പോകുന്ന ഈ കൂട്ടുജീവിതത്തിൻ്റെ ഓരോ കണ്ണികളുമായി മുതിർന്നവരെയും ചെറിയവരെയും പരസ്പരം സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട്, കാരുണ്യം കൊണ്ട് ചെറിയവരോട് ഒത്താശകൾ കാണിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് ആവുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും അവരുടെ പരിലാളിക്കുകയും ശുശ്രൂഷിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ അതേസമയം നിനക്ക് മുതിർന്നവർ കൂടെയുണ്ട്, നിൻ്റെ വീട്ടിലല്ലെങ്കിൽ അടുത്തുണ്ടാവും. എപ്പോഴും എല്ലാ തലത്തിലും പ്രായത്തിലുമുള്ള വ്യത്യസ്തമായ ആളുകൾ എന്നും അവരുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെയുള്ളവരെ ആദരിക്കുക, അവരെ പരിഗണിക്കുക, അവർക്ക് പ്രഥമ പരിഗണന നൽകുക എല്ലാ വിഷയത്തിലും. നീയല്ല മുന്നിൽ. പ്രായം ചെന്നവർക്ക് മുന്നോട്ട് നിൽക്കാനും കയറിയിരിക്കാനും അവർക്ക് ആദ്യം കുടിക്കാനും ആദ്യം ഇരിക്കാനും വിശ്രമിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ അവരെ ആദ്യം പരിഗണിക്കുക. ഇത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. ഒരിക്കൽ അബ്ദുറഹ്മാൻ ബിൻ സഹൽ റളിയല്ലാഹു അൻഹു ഒരുപാട് ആളുകൾ കൂടിയെടുത്ത് അദ്ദേഹം എന്തോ സംഗതി പറയാൻ വേണ്ടി തുടങ്ങി ഭാവിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കാണിച്ചിട്ട് വിലക്കി. കബ്ബിർ കബ്ബിർ, വയസ്സിന് മൂത്തവരാദ്യം പറയട്ടെ, നീ തിരക്ക് കൂട്ടല്ലേ എന്ന്. മുതിർന്നവരെ പരിഗണിക്കാൻ, ആദരിക്കാൻ, അവർക്ക് അവസരങ്ങൾ നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുംറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പമായിരുന്നു, വളരെ ചെറുപ്പമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു മനസ്സിലാക്കുന്നു, എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷേ ഫമാ യംനഅനി മിനൽ ഖൗലി ഇല്ലാ അന്ന ഹാഹുന റിജാലൻ ഹും അസന്നു മിന്നി, എന്നേക്കാൾ പ്രായം ചെന്ന പലരും അവിടെ ഉള്ളതുകൊണ്ട് അവരെ മുൻകടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു, ഞാനത് കണ്ടു എന്ന് എനിക്ക് മുന്നിലേ പറയാൻ, ധൃതി കാണിക്കാൻ എനിക്ക് വിഷമം തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ മൗനം പാലിച്ചു. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് കൂടെ നിന്ന് പഠിച്ചെടുത്ത മര്യാദ, പ്രായം ചെന്നവരുടെ മുന്നിൽ സംസാരിക്കുന്നത് പോലും ശബ്ദമുയർത്താതെ അവർ പറയുന്നതെല്ലാം കേട്ടതിന് ശേഷം അവസരം തന്നതുപോലെ തോന്നിയെങ്കിലും മാത്രം അപ്പോൾ നീ സംസാരിക്കുക. അത് തന്നെ വളരെ മാന്യമായും വളരെ മര്യാദയോടു കൂടിയും. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ഇമ്മാ യബ്ലു അൻ ഇൻദകൽ കിബറ അഹ്ദുഹുമാ ഔ കിലാഹുമാ, നിന്റെ മാതാപിതാക്കൾ അവർ പ്രായം ചെന്ന അവസ്ഥയിൽ രണ്ടാളും കൂടെ ഉണ്ടെങ്കിൽ, ഒരാളെങ്കിലും നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അയ്യേ എന്നുള്ളൊരു വാക്ക് പോലും അവരോട് പറയരുത്. അവർ പറഞ്ഞതിനെ, അവർ ചെയ്തതിനെ, അവരുടെ നിലപാടിനെ വെറുത്തിട്ടും അതിനെ വളരെ വിഷമിച്ച രീതിയിൽ, അവർക്ക് പ്രയാസം തോന്നുന്ന രീതിയിൽ പ്രതികരിക്കുക, അവരുടെ നേരെ മുഖം ചുളിക്കുക, ഇതൊന്നും പാടില്ല എന്ന്. വലാ തൻഹർഹുമ, ഒരിക്കലും അവരെ വിരട്ടിക്കളയരുത്. ഒരിക്കലും നിന്റെ സാങ്കേതിക വിദ്യകളും പുതിയ വിജ്ഞാനങ്ങളും ഒന്നും, ലോകവിവരങ്ങളൊന്നും അവരെടുത്തില്ല. ചിലപ്പോൾ പറയുന്നത് വിഡ്ഢിത്തമായിരിക്കാം, അവർക്കറിയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കും, ചോദിച്ചത് ഉന്നയും ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ അതൊക്കെ ക്ഷമയോടെ കേൾക്കുകയും വളരെ മാന്യമായും മര്യാദയോടും ആദരവോടുകൂടിയും ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് മഹാപുണ്യമാണ്. അത് നിനക്ക് പ്രായമുള്ളവരെ വേറെ നിനക്ക് എവിടുന്നും വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരാനൊന്നും കഴിയില്ല. നിന്റെ ജീവിതത്തിൽ കണ്ടെത്തുന്ന മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അയൽപ്പക്കത്തുള്ളവർ, നിന്റെ കൂടെ കഴിയുന്നവർ, അവരിൽ പ്രായം ചെന്നവരുണ്ടെങ്കിൽ ആ അവസരം പുണ്യമാക്കി ഉപയോഗപ്പെടുത്തുക. ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുകയല്ല, അവിടെ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് അത്തരം മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവസരങ്ങൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, അള്ളാഹു പ്രായം ചെന്നവർക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യത്തിൻ്റെ ഇളവിൻ്റെ ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. നോമ്പ് നിർബന്ധമാക്കി ഹിജ്റ 2-ാം വർഷത്തിൽ. ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫൽയസുംഹു. ആരാണോ റമളാൻ മാസത്തിൽ ആശ്വാസത്തോടു കൂടി ജീവിച്ചിരിപ്പുള്ളവർ അവർ നോമ്പ് അനുഷ്ഠിക്കണം ആ മാസം മുഴുവൻ. എന്നാൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ. രോഗികളാണെങ്കിൽ യാത്രക്കാരാണെങ്കിൽ എന്ത് വേണം, എന്താവാം, മറ്റു ദിവസങ്ങളിൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ രോഗിയല്ല, യാത്രക്കാരനുമല്ല, പ്രായത്തിൻ്റെ അവശതകൾ പലതും അനുഭവിക്കുന്നവർ അവരെന്ത് വേണം? അവർ മറ്റ് ദിവസത്തിലും റമളാൻ കഴിഞ്ഞിട്ട് വേറെ ദിവസത്തിലും നോറ്റ് വിട്ടണ്ട. പിന്നെയും അവർക്ക് പ്രായം കൂടുകയാണ്, കുറയുകയല്ല. പിന്നെ എന്ത് മതി? പകരം ഓരോ നോമ്പിനും ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്താൽ മതി. വളരെ വ്യക്തമായും കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി കൽപ്പിച്ച ഒരു കർമ്മം. അതിൽ യാത്രക്കാരനും രോഗിക്കുമൊക്കെ ഇളവ് കൊടുത്തപ്പോൾ അതിലൊന്നും പെടാത്തവരാണെങ്കിലും വാർദ്ധക്യ സഹജമായ അവശതകൾ അനുഭവിക്കുന്ന പ്രായം ചെന്നവർ അവരെ പ്രത്യേകം പരിഗണിക്കുകയും അവർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി, നോമ്പെടുക്കണ്ട എന്ന് അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇസ്ലാമിൻ്റെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ, അവിടെയൊക്കെ പ്രായം ചെന്നവരെ പ്രത്യേകം പരിഗണിച്ചത് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ബോധവും ആ നിലപാട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൈക്കൊള്ളേണ്ടതാണ്. വഖുല്ലഹുമാ ഖൗലൻ കരീമ. ഒരിക്കലും നീ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിക്കരുത്. ഒരിക്കലും മുഷിപ്പ് തോന്നുന്ന വാക്കുകൾ പറയരുത്. എന്തൊക്കെ പ്രയാസങ്ങൾ എന്തൊക്കെ നീ സഹിക്കേണ്ടി ക്ഷമിക്കേണ്ടി വന്നാലും അത് പുണ്യമായി കണ്ടുകൊണ്ട് മാന്യമായ, അവർക്ക് സ്നേഹവും ആദരവും തോന്നുന്ന രീതിയിലുള്ള വാക്കുകൾ, സംസാരം, സമീപനം, അവർക്ക് ഒത്താശകൾ, ശുശ്രൂഷകൾ, അവർക്ക് മരുന്നും ഭക്ഷണവും ആവശ്യമായ ചികിത്സയും ഒത്താശകളും ഒക്കെ ചെയ്യാൻ അവസരം നീ കണ്ടെത്തണം. അത് അവഗണിച്ച് കളയരുത്, വിട്ടുപോകരുത് എന്നതാണ് ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പുതിയതല്ലാത്ത ഒരു വിഷയമാണ് എങ്കിലും പലപ്പോഴും വിട്ടുപോകുന്ന, മറന്നുപോകുന്ന, അവഗണിച്ച് കളയുന്ന, ജീവിതത്തിൽ പുതിയ തലമുറയുടെ ശീലമായി മാറിപ്പോയിട്ടുള്ള പ്രായം ചെന്നവരെയും മുതിർന്നവരെയും മാതാപിതാക്കളെയും ഒക്കെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ അതുണ്ടാവരുത്. അത് മഹാപാപമാണ്. അതോടൊപ്പം അവരെ പരിഗണിക്കുക, അവരെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവുക, കിട്ടുന്ന അവസരങ്ങളെല്ലാം അങ്ങോട്ട് ചെന്ന് കാണുക, അവരിൽ നിന്ന് അറിയുക, അവരിൽ നിന്ന് പുണ്യങ്ങൾ നേടിയെടുക്കുക, അതിനുവേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇബാദല്ലാഹ് ഊസീകും സാനിയൻ വ ഇയ്യായ ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരണമെന്ന്, അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അദബുകളുടെ, മര്യാദകളുടെ ഒരു വിഷയം, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു. ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ, ഒരു മര്യാദ ചെയ്താൽ, ഒരു ഉപകാരം ചെയ്താൽ, ഫകാഫിഊഹു, അതിന് പകരം നൽകണം, പ്രത്യുപകാരം ചെയ്യണം. ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം വാങ്ങിക്കൂട്ടുകയല്ല, അങ്ങോട്ട് പകരം നൽകണം. അത് പ്രാർത്ഥനയായും നല്ല വാക്കുകളായും സമ്മാനങ്ങളായും ഒക്കെയാവാം. ഇവിടെ ആരോടാണ് നമ്മൾ പകരം നൽകാൻ, പ്രത്യുപകാരം ചെയ്യാൻ, ഇങ്ങോട്ട് തന്നതിന് മറിച്ച് അങ്ങോട്ട് ചെയ്യാൻ, ചെയ്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാരാണ്? നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, മുതിർന്നവർ. ഒരുപാട് സഹിക്കുകയും ഒരുപാട് ത്യജിക്കുകയും ഒരുപാട് നമ്മൾക്ക് വേണ്ടി ബാക്കി വെക്കുകയും ഉണ്ടാക്കി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മുതിർന്നവർ. അവർ നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള അവസരങ്ങളിൽ അധ്വാനിക്കുകയും ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് പകരം നൽകണം. അതിന് മാതാപിതാക്കളോടൊപ്പം, മുതിർന്നവരോടൊപ്പം, ഗുരുനാഥന്മാരോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥനയും പ്രവർത്തനവുമായി
നന്മകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും പല കാരണങ്ങളാലും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറവുകളും പിഴവുകളും റഹ്മാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഇജ്അൽനാ ബാരീന ലികിബാരിന موفين بحقوقهم وأسبغ علينا فضلك ولا تحرمنا أجرك يا رب العالمين. اللهم أدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وبارك في عمره وعمله. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد وشيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك. اللهم اشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.